ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് സോളോ ലെവലിംഗ് എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 മൂന്നാമത്തെ എപ്പിസോഡാണ്. അപ്പോട്ട് സമയം കളയാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ ആ സ്റ്റാച്യൂസ് എല്ലാം തന്നെ സങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. എല്ലാം അവസാനിച്ചു, എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരൊറ്റ ചാൻസ് കൂടി കിട്ടിയിരുന്നെങ്കിൽ. പെട്ടെന്നാണ് അവന്റെ മുമ്പിലോട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങളൊരു പ്ലെയർ ആയിരിക്കുന്നു. പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കുന്ന സങ് കാണുന്നത് ഒരു ഹോസ്പിറ്റലാണ്. എന്തിവിടെ നടക്കുന്നേ എന്ന കാര്യം അവന് മനസ്സിലാവുന്നില്ല. നോക്കുന്ന സമയത്ത് മുറിഞ്ഞുപോയ അവന്റെ കൈ ഇപ്പൊ അവിടെ തന്നെയുണ്ട്. എന്റെ ഒരു കാൽ എന്ന് പറഞ്ഞ് അവൻ പുതപ്പ് മാറ്റുന്ന സമയത്ത് അവന്റെ കാലും പഴയതുപോലെ തന്നെയുണ്ട്. അപ്പോ അതെല്ലാം ഒരു സ്വപ്നമായിരുന്നോ എന്ന് ചിന്തിക്കുന്ന സമയത്താണ് നീ എഴുന്നേറ്റോ എന്ന് ചോദിച്ച് രണ്ടുപേർ അങ്ങോട്ട് വരുന്നത്. എന്റെ പേര് വു ജിൻചൽ, ഹണ്ടേഴ്സ് അസോസിയേഷൻ സർവൈൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജർ എന്ന് പറഞ്ഞ് സങ്ങിന് അവരുടെ കാർഡ് കൊടുക്കുന്നു. ആർക്കെങ്കിലും സർവൈലൻസ് ആവശ്യമാണോ എന്ന് സങ് അവരോട് ചോദിക്കുന്നു. അങ്ങനെയൊന്നുമില്ല, കഴിഞ്ഞ 3 ദിവസമായിട്ട് നീ കോമയിലായിരുന്നു. ഇത് കേട്ട് സങ്ങിന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ജോയും മിസ്റ്റർ സോങ്ങിനും കുഴപ്പമൊന്നുമില്ലല്ലോ. അവർക്ക് എങ്ങനെയുണ്ട്? ഇല്ല, അവർക്ക് കുഴപ്പമൊന്നുമില്ല. സത്യം പറയുവാണെങ്കിൽ സോങ്ങിന് ഇപ്പൊ ഒരു കൈ നഷ്ടപ്പെട്ടു. അവർക്കൊരു 100 ആയിട്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ തോന്നുന്നില്ല. ജോയിയുടെ അവസ്ഥയും ഏകദേശം അതുപോലെയാണ്. അവിടെ വെച്ച് ഒരുപാടധികം ഷോക്ക് ആയതുകൊണ്ട് ഇപ്പോ സൈക്കാട്രിസ്റ്റ് കെയറിലാണ് ഇരിക്കുന്നത്. അവളുടെയും കണ്ടീഷൻ വെച്ച് നോക്കുമ്പോ ഇനി ഒരു 100 ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂലെന്ന് എനിക്ക് സംശയമാണ്. ആ ഡബിൾ ടെൻഷനിൽ നിന്നും 6 പേർ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഒരു ഹണ്ടറിന്റെ ലൈഫ് മുഴുവൻ എപ്പോഴും റിസ്ക് നിറഞ്ഞതാണ്. എപ്പോഴാണ് പ്രശ്നങ്ങൾ വരുവാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നീട് വൈറ്റ് ടൈഗർ ഗിൽറ്റ് അങ്ങോട്ട് വന്ന് നോക്കിയപ്പോ നിങ്ങളും സോങ്ങും നിലത്ത് കിടക്കുന്നതാണ് കണ്ടത്. മാത്രമല്ല അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നവർ പറഞ്ഞ ആ സ്റ്റാച്യൂസും അങ്ങനെ ഒരു കോട്ടയും അവിടെ ഉണ്ടായിരുന്നില്ല. നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? അവര് തന്ന റിപ്പോർട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ, മരിച്ചവരുടെ ബോഡി അതിനകത്തൊന്നും കിട്ടിയില്ലായിരുന്നെങ്കിൽ എല്ലാവരും നിങ്ങളെ സംശയിച്ചേനെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. സൺ ജിൻഹോ, ഇത് നിങ്ങളുടെ 2ാമത്തെ ജന്മമാണോ? എന്ത് 2ാമത്തെ ജന്മമോ? അപ്പോഴാണ് ജിനു ആ കാര്യം ചിന്തിക്കുന്നത്. ഒരു ഹണ്ടറിന്റെ ലൈഫിൽ അവന് കിട്ടിയ ശക്തി ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല. എന്നാ അവനൊരു സെക്കൻഡ് ചാൻസ് അവന് കിട്ടിയ ശക്തിയിൽ പല മാറ്റങ്ങളും ഉണ്ടാവും. ഒരു ഹി റാങ്ക് ഹണ്ടർ ആണെങ്കിൽ പോലും എ റാങ്കിലോട്ടോ എസ് റാങ്കിലോട്ടോ അവന് ശക്തി കിട്ടാൻ സാധ്യതയുണ്ട്. സോ തന്റെ 2ാം ജന്മത്തിലെങ്കിലും താൻ പവർഫുൾ ആയിട്ട് മാറുമെന്ന് പറഞ്ഞ് സന്തോഷം നിൽക്കുവാണ് സങ്. ഇതേ സമയം സങ്ങിന്റെ മുമ്പിലോട്ട് ഒരു സാധനം കൊണ്ടുകൊടുക്കുന്നു. അതാണ് മനാമീറ്റർ. അതുപയോഗിച്ച് ഒരാളുടെ റാങ്ക് എത്രയാണെന്ന് കാണാൻ സാധിക്കും. നിന്റെ കൈ അതിന്റെ മുകളിലോട്ട് എടുത്തു വെക്ക്. അവിടെ നിന്നും രക്ഷപ്പെട്ടു വന്നവർ പറഞ്ഞതുപോലെ ഇൻസ്റ്റാ കീ ലെവൽ മാജിക് ബീസ്റ്റിന് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ ഹണ്ടറിനെ കൊണ്ട് ഒരിക്കലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരാൻ സാധിക്കില്ല. അവർ പറഞ്ഞതുപോലെ അതിനകത്തൊരു ബീസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതിനർത്ഥം ഇവൻ അതിനെ ഇല്ലാതാക്കി. സോ ഇവന്റെ 2ാം ജന്മത്തിൽ ഇവൻ എ റാങ്കോ എസ് റാങ്കോ ആയി കാണും എന്ന് പറഞ്ഞ് അവർ അവന്റെ റാങ്ക് എത്രയാണെന്ന് പറഞ്ഞു നോക്കുന്ന സമയത്ത് 10 പോയിന്റ്സ് മാത്രമേ അതിൽ കാണിക്കുന്നുള്ളൂ. അതിലെത്ര കാണിക്കുന്നേ എന്ന് ആകാംക്ഷയോടെ സങ് ചോദിക്കുന്നു. എവിടെയോ എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ അവർ അവിടെ നിന്നും പോകുന്നു. സാധാരണ ഒരു ഹി റാങ്ക് ഹണ്ടർ 70 പോയിന്റ്സ് എങ്കിലും കാണിക്കേണ്ടതാണ്. എന്നാൽ ഇവന് വെറും 10 മാത്രമേ കാണിക്കുന്നുള്ളൂ. സോ ഒന്നും മാറിയിട്ടില്ല. ആ ടെമ്പിൾ അതിനകത്തൊന്നും കാണാതായി. അതുണ്ടെന്നുള്ള യാതൊരു തെളിവ് പോലുമില്ല. അങ്ങനെ ഉണ്ടാവുമ്പോ ഇവൻ മാത്രം എങ്ങനെയാ രക്ഷപ്പെട്ടെ എന്ന് പറയാണ് ജിൻചൽ. ഓ, ഇപ്പോഴാ എനിക്ക് വിശ്വാസമായത്. ഒന്നും മാറിയിട്ടില്ല. പക്ഷെ ഇതിനെപ്പറ്റി അവർ ഒന്നും ചോദിക്കാതെ പോയതാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത് എന്ന് പറഞ്ഞ് ആ നോട്ടിഫിക്കേഷനിലോട്ട് നോക്കുവാണ് ജിൻഹോ. ഒരുപക്ഷെ ഇത് എനിക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ ജിൻഹോ അതുമേ തൊട്ടു നോക്കുന്നു. ഇത് ടച്ച് പാനൽ അല്ലേ എന്ന് പറയുന്ന സമയത്താണ് ഇത് അവൻ ആദ്യം കണ്ടത് ആലോചിക്കുന്നത്. അപ്പോഴാണ് അവന്റെ സിസ്റ്റർ ജീന അങ്ങോട്ട് വരുന്നത്. ജീന, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ എപ്പോഴും ഇങ്ങനെ അടികൊണ്ട് ഹോസ്പിറ്റലിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് 100 ആവാൻ പറ്റില്ല. സ്കൂളിൽ പഠിക്കുന്നതൊക്കെ നിർത്തി ഞാൻ പിന്നെ ജോലിക്ക് പോകേണ്ടി വരും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ജീന, നിനക്കിത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ജിൻ ചോദിക്കുന്നു. എന്ത് കാണാൻ പറ്റുന്നുണ്ടോന്ന്? നിന്റെ തലക്ക് വല്ലതും പറ്റിയോ? അതല്ല, ചില സമയത്ത് ഗെയിം കളിക്കുന്ന സമയത്ത് 100 നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരില്ലേ? നീ എന്താ ഇപ്പൊ ഗെയിമിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നേ? നിന്റെ തലക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിരിക്കുന്നു ജിൻഹു. നീ പെട്ടെന്ന് എന്നെ മരിച്ചു പോവാടാ. ഞാൻ സീരിയസ് ആയിട്ടാ ചോദിക്കുന്നേ. നീയല്ലേ എപ്പോഴും ഗെയിമൊക്കെ കളിക്കാറ്? ഓ, ജനറലായിട്ട് നമ്മൾ മെസ്സേജ് ബോക്സ് അല്ലേ ഓപ്പൺ ചെയ്യാറ്? മെസ്സേജ് ബോക്സ് ഓപ്പൺ ചെയ്യണോ എന്ന് ജിൻഹു ചോദിക്കുന്ന സമയത്ത് അവനൊരു നോട്ടിഫിക്കേഷൻ വരുന്നു. നിങ്ങളിപ്പോ ഒരു പ്ലെയർ ആണ്. കൂടുതൽ സ്ട്രോങ് ആവാനുള്ള ട്രെയിനിങ് എത്തിയിട്ടുണ്ട് എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. നിനക്ക് ശരിക്കും എന്താ ഈ പറ്റിയേ എന്ന് അവൾ ചോദിക്കുന്നു. ഒന്നുമില്ല, ഹോസ്പിറ്റലല്ലേ, ബോർ അടിക്കുന്നു, അതാ ചോദിച്ചേ. ശരി, എനിക്ക് പോവാനുള്ള സമയമായി എന്ന് പറഞ്ഞ അവൾ അവിടെ നിന്ന് പോകുന്നു. പുറത്ത് അവളുടെ ഫ്രണ്ടും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സിസ്റ്റം പ്ലെയറിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. സിസ്റ്റം പറയുന്നതിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ
അതൊരു പെനാൽറ്റിക്ക് കാരണമാകും. ഇനി അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് റിവാർഡ്സും കിട്ടുന്നതായിരിക്കും. ഇത് കണ്ടിട്ട് ജിൻഹോ ആകെ കിളി പോയിട്ട് നിൽക്കുവാണ്. ഇതെന്താണെന്ന് പാരോട് ചോദിക്കും. അപ്പോഴാണ് അവിടെ ഒരു നോട്ടിഫിക്കേഷൻ അവൻ കാണുന്നത്. ഡെയിലി കോസ്റ്റ് സ്ട്രെങ്ത് ട്രെയിനിങ്. അതവൻ കൺഫേം കൊടുക്കുന്നു. പുഷപ്സ്, സിറ്റപ്സ്, സ്ക്വാട്സ്, റണ്ണിങ്. ഡെയിലി കോസ്റ്റ് നിങ്ങളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന് നിങ്ങൾ പെനാൽറ്റി അടക്കേണ്ടി വരും. എന്താ ഇതൊക്കെ? ഒരുപക്ഷെ ഇതൊക്കെ ഒരു തമാശയാണെങ്കിൽ എനിക്ക് ചിരി വരുന്നില്ല. ഇപ്പോ തന്നെ ഹോസ്പിറ്റലാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ചെയ്യാനുള്ള സ്റ്റാമിന എവിടെ നിന്ന് കിട്ടാനാ? പക്ഷെ ഇതൊക്കെ പറയുന്ന സമയത്തും അതിൽ ടൈമർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും ജിൻചലിനെയാണ് കാണിക്കുന്നത്. ആ ഹണ്ടർ സങ് ജിൻഹോ. അവനൊരു സെക്കൻഡ് ചാൻസ് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല ചെയർമാൻ ഗോ. എന്തായാലും അതിനകത്തെ ടെമ്പിൾ തകർന്ന കാര്യം പുറത്താരും അധികം അറിഞ്ഞിട്ടില്ല. അതിനെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചെയർമാൻ ഗോ ചോദിക്കുന്നു. ഇവര് പറഞ്ഞ പോലെ ഒന്നും നടന്നിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നേ എന്ന് ജിൻചലും പറയുന്നു. ശരി, ഇത് നമ്മൾ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് എടുക്കണം. മാത്രമല്ല അടുത്ത ഇവാൾവേഷന് വേണ്ടി ഇത് ഡാറ്റാബേസിൽ എൻ്റർ ചെയ്യുകയും വേണം. മനസ്സിലായി സാർ എന്ന് പറഞ്ഞ് ജിൻചൽ ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നീട് നമ്മൾ കമാൻഡറിനെയാണ് കാണുന്നത്. അടുത്ത ബി റാങ്ക് ഡഞ്ചനില് നിങ്ങളും ഒരു ഇൻസ്ട്രക്ടറായിട്ട് പങ്കെടുക്കണം. എന്ത് ഇൻസ്ട്രക്ടറോ? എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നേ? പുതുതായിട്ട് ഇങ്ങോട്ട് വന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊരു പ്രാക്ടീസ് ആയിരിക്കും. നിങ്ങളെ കൊണ്ട് ഇത് പറ്റുമോ? എന്റെ കഴിവിൽ എനിക്ക് ഇപ്പോഴും ചെറിയ സംശയങ്ങളുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റുന്നതിലും ബെസ്റ്റ് കൊടുത്ത് നിങ്ങൾ പോരാടിയാൽ മതി. അത് കണ്ട് മറ്റുള്ളവർ എക്സാമ്പിൾ ആക്കി വെച്ച് ട്രെയിനിങ് ചെയ്തോളൂ. ഇത് കേട്ട് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുവാണ് ചായ. ഇവിടെയുള്ള ഈ ഹണ്ടേഴ്സിലെ നാട്ടിലുള്ള വലിയ 5 ഗ്രൂപ്പുകളിൽ ഒന്നാണത്. ഞങ്ങളിപ്പോഴും ലോകമെമ്പാടും വേണ്ടത്ര ശക്തരല്ല. ഹണ്ടേഴ്സിന്റെ കഴിവ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എന്നാൽ പരിശീലനത്തിലൂടെ അവർക്ക് ഫൈറ്റ് ചെയ്യാനുള്ള കഴിവുകൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കും. സോ സമയം വരുമ്പോ നമ്മുടെ കഴിവെന്താണെന്ന് കാണിച്ചു കൊടുക്കാം. പിന്നീട് നമ്മൾ കാണുന്നത് വളരെ തിരക്കുള്ള ഒരു റോഡിൽ പെട്ടെന്ന് ഒരു പോർട്ടൽ ഓപ്പൺ ആവുന്നതാണ്. എന്നാൽ ഇവിടെ നടക്കുന്നത് ഒന്നും അറിയാതെ ഹോസ്പിറ്റലിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സങ്. പെട്ടെന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. ഡെയിലി കോസ്റ്റ് കംപ്ലീറ്റ് ആക്കാത്തത് കൊണ്ട് പെനാൽറ്റി അടക്കണമെന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു അത്. പെട്ടെന്ന് അവിടെ മൊത്തത്തിൽ ഭൂമികുലുക്കം വരുന്നു. അയ്യോ ഭൂമികുലുക്കം എന്ന് പറഞ്ഞ് ഞെട്ടി എഴുന്നേക്കുവാണ് സങ്. പെട്ടെന്ന് അവൻ താഴെ വീഴുന്നു. കണ്ണു തുറക്കുന്ന അവൻ കാണുന്നത് ഒരു മരുഭൂമി പോലെയുള്ള സ്ഥലമാണ്. എന്താ ഇവിടെ നടക്കുന്നേ? ഞാൻ എന്താ സ്വപ്നം കാണുവാണോ? ഹോസ്പിറ്റലല്ലേ ഉണ്ടായിരുന്നേ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന അവൻ കാണുന്നത് വലിയ പഴുതാരയെ പോലെയുള്ള ഒരു ജീവിയാണ്. ഏകദേശം 4 മണിക്കൂറോളം അവിടെ സർവൈവ് ചെയ്യണം. അതാണ് അവനുള്ള ഗോൾ. ഇവിടെ എന്തേ നടക്കുന്നേ എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവൻ. ഇതേ സമയം ഹോസ്പിറ്റലിൽ അവന്റെ റൂമിലോട്ട് വന്ന സിസ്റ്റേഴ്സ് കാണുന്നത് ഒഴിഞ്ഞു കിടക്കുന്ന ബെഡാണ്. ഇവൻ ഇതെവിടെ പോയി എന്ന് പറഞ്ഞ ചിന്തയ്ക്കാണ് അവർ. എന്നാൽ മറ്റൊരു ഭാഗത്ത് സങ് ആണെങ്കിൽ ജീവന് വേണ്ടി ആ മരുഭൂമിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും 2 മണിക്കൂർ ബാക്കിയുണ്ട്. പേഷ്യന്റ് എവിടെയാണെന്ന് കണ്ടുപിടിച്ചോ? ഞാൻ വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ആ റൂമിൽ പോയി ചെക്ക് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് നഴ്സ് അവന്റെ റൂമിലോട്ട് പോകുന്നു. സങ് ആണെങ്കിൽ ആ പഴുതാരയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഓടി ഓടി അവസാനം ഒരു 2 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. പെട്ടെന്ന് തന്നെ സങ് റൂമിലോട്ട് എത്തുവാണ്. പെനാൽറ്റിയാ? അയാ റൂമിന്റെ ഡോർ തുറന്ന് സിസ്റ്റേഴ്സ് കാണുന്നത് താഴെ കിടക്കുന്ന സങ്ങിനെയാണ്. താഴെ എന്താ ചെയ്യുന്നേ? മേളിലോട്ട് കിടക്ക് എന്ന് പറഞ്ഞ് സിസ്റ്റേഴ്സ് അവനെ പിടിച്ച് ബെഡിലിടുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്നു. പതിയെ പതിയെ അവൻ റിക്കവർ ആവുന്നു. പിന്നീട് നമ്മൾ ജൂവിയാണ് കാണുന്നത്. ഹണ്ടേഴ്സ് അസോസിയേഷനിൽ നിന്നും അവൾക്കൊരു കോൾ വരുന്നു. പുതുതായിട്ട് ഒരു ഡഞ്ചൺ ഓപ്പൺ ആയിട്ടുണ്ട്. അതിന് പോവാനുള്ള റൈഡിൽ നിങ്ങളും പങ്കെടുക്കണം എന്നും പറയുന്നു. മറ്റുള്ള ഹണ്ടേഴ്സ് വേറൊരു ജോലിയിൽ ബിസിയാണ്. നിങ്ങളെ കൊണ്ട് വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ലെന്നറിയാം. എന്നോട് ക്ഷമിക്കണം എന്ന് ജൂഹി പറയുവാണ്. സോറി ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ സൺ ജിൻഹോ ഇല്ലേ, അവർ കണ്ണു തുറന്നിട്ടുണ്ട് എന്ന് അയാൾ പറയുന്നു. ഇത് കേട്ട് ജോയിക്ക് സമാധാനാവുന്നു. പിന്നീട് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ജോയി ജിൻഹുവിനെ കാണാൻ വേണ്ടി വരുന്നതാണ് കാണുന്നത്. എന്നാൽ അവനാണെങ്കിൽ പുറത്തുകൂടെ ഓടിക്കൊണ്ടിരിക്കുവാണ്. സോ ഡെയിലി ക്യൂസ്റ്റ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് പുള്ളിക്കാരൻ. എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ തുടങ്ങിയിട്ട് 4 ദിവസമായി. അതിൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഈ കാണുന്നതൊന്നും എന്റെ തോന്നലല്ല. ഡെയിലി ക്യൂറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് 3 തരത്തിലുള്ള റിവാർഡ്സ് എനിക്ക് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവന്റെ ബോഡി റിക്കവർ ആവുന്നുണ്ട്. എത്രയൊക്കെ വർക്കൗട്ട് ചെയ്താലും കംപ്ലീറ്റ് ചെയ്ത ഉടനെ ആ കിതപ്പൊക്കെ അങ്ങ് മാറുന്നു. അവൻക്ക് ഇഷ്ടമുള്ള അവന്റെ കഴിവിൽ അവൻക്ക് പോയിന്റ്സ് ആഡ് ചെയ്യാനും പറ്റും. ഒരുപാടധികം പവർഫുൾ ആവാൻ വേണ്ടിട്ട് അവൻ അവന്റെ സ്ട്രെങ്ത്തിലാണ് പോയിന്റ്സ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവന്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതാലോചിച്ച് സന്തോഷിച്ചിരിക്കുകയാണ് അവൻ. അങ്ങനെ ഡെയിലി ക്യൂറ്റ്സ് മുഴുവനായിട്ടും അവൻ കംപ്ലീറ്റ് ചെയ്യുന്നു. അവനക്കൊരു സമ്മാനം കിട്ടുന്നുണ്ട്. അതിനകത്ത് ഒരു കീ ആണുള്ളത്. ഇതിനു മുൻപ് പെന്നും പെൻസിലും ഒക്കെയാണ് അവന് കിട്ടിയത്. ഇതെന്താ കീ? പെട്ടെന്ന് തന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. ഒരു ഇൻസ്റ്റൻസ് ഡഞ്ചൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതുവരെ നടന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഇനിയും എന്നെ പവർഫുൾ ആക്കി മാറ്റുമെന്ന് തോന്നുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ന്യൂസ് ആണ്. ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ ഡി റാങ്ക് ഡഞ്ചൻസ് ഓപ്പൺ ആയിട്ടുണ്ട്. കുറച്ച് സ്ഥലങ്ങളിൽ സി റാങ്ക് ഡഞ്ചൻസും ഓപ്പൺ ആയിട്ടുണ്ട്.
പിന്നീട് നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന തന്റെ അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്ന ജിൻഹോനെയാണ്. 4 വർഷങ്ങൾക്ക് മുൻപ് വീട്ടിലോട്ട് എത്തിയ ജിൻഹോ കാണുന്നത് താഴെ ബോധമില്ലാതെ കിടക്കുന്ന അവന്റെ അമ്മയാണ്. മരിക്കുന്നത് വരെ ഉറങ്ങുന്ന ഒരു അസുഖമാണ് അവന്റെ അമ്മയ്ക്ക്. ഗേറ്റുകൾ ഓപ്പൺ ആവാൻ തുടങ്ങിയതിനു ശേഷം ഉണ്ടായ ഒരു പ്രശ്നമാണിത്. 10,000-ൽ ഒരാൾക്ക് മാത്രമേ ഇത് വരാറുള്ളൂ. മനയുമായിട്ട് നേരിട്ട് ഇടപഴകിയത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നും പുറത്ത് അറിയപ്പെടുന്നുണ്ട്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇപ്പോഴത്തെ മെഡിക്കൽ സയൻസിന് ഇതിനൊരു മരുന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോ ജീവൻ നിലനിർത്താൻ മാത്രമേ ഞങ്ങളെ കൊണ്ട് സാധിക്കൂ എന്ന് ഡോക്ടർ അവനോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് പുഷപ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജിൻഹുവിനെയാണ്. പഴയ കാര്യങ്ങളൊക്കെ അവൻ ആലോചിക്കുന്നു. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയില് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജിൻഹു പെട്ടെന്ന് അവൻ എന്തോ പോലെ തോന്നുന്നു. ഒരു ഗേറ്റ് ഓപ്പൺ ആയതിൽ അവനും ഹണ്ടർ ആവാനുള്ള പവേഴ്സ് കിട്ടിയിരിക്കുന്നു. ഹണ്ടേഴ്സ് അസോസിയേഷനിൽ നിന്നും അവന് ഒരു അപ്പോയിന്റ്മെന്റും കിട്ടുന്നു. എനിക്ക് ജോലി കിട്ടി, ഇനി മുതൽ അമ്മയുടെ എല്ലാ മരുന്ന് ചെലവും എനിക്ക് നോക്കാൻ പറ്റും എന്ന് ജീനയോട് പറയുന്നു. പണ്ട് ഡെഞ്ചിനകത്ത് പോയി മറ്റുള്ളവർ അവനെ അപമാനിച്ചതെല്ലാം അവൻ ആലോചിക്കുന്നു. ഐ ആം സോറി, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നവൻ അവരോട് പറയുന്നു. ഇനി എന്റെ കഴിവിനെ എന്റെ സ്ട്രെങ്ത് ആക്കി മാറ്റും ഞാൻ എന്ന് പറഞ്ഞ് അവൻ ആ കീ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അവന്റെ പൊട്ടിയ കത്തി അവൻ ശരിയാക്കുന്നു. എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയതിനു ശേഷം ആ കീ അവൻ പുറത്തെടുക്കുന്നു. പെട്ടെന്ന് അവന്റെ മുമ്പിൽ ഒരു കീ ഹോൾ വരുന്നു. ഒറ്റയ്ക്ക് പോകുന്നത് റിസ്ക് ആണ്, പക്ഷെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് അവൻ അത് തുറക്കുവാണ്. പെട്ടെന്ന് അവിടെ ഒരു പോർട്ടൽ ഓപ്പൺ ആവുന്നു. അവനകത്ത് കയറി ഉടനെ തന്നെ അത് ലോക്ക് ആവുന്നു. എന്നാൽ മറ്റുള്ളവർക്ക് അതിന്റെ ഉള്ളിലൂടെ പുറത്തോട്ടും അകത്തോട്ട് പോവാൻ സാധിക്കും. ഞാൻ മറ്റൊരു ഡയമെൻഷനിലായെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്ന അവന്റെ അടുത്തോട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. ഈ റൈഡ് കംപ്ലീറ്റ് ചെയ്യാതെ അവനെ കൊണ്ട് പുറത്തു പോവാൻ സാധിക്കില്ല. അങ്ങനെ പതിയെ അവൻ അതിനകത്തോട്ട് നടന്നുകൊണ്ടേയിരിക്കുവാണ്. ഉള്ളിലോട്ട് പോകും തോറും അവന്റെ കോൺഫിഡൻസ് പതിയെ കുറഞ്ഞു വരുന്നു. പെട്ടെന്നതാ അവന്റെ മുമ്പിലോട്ട് 3 ഗോബ്ലിൻസ് വരുന്നു. അന്ന് ഗോബ്ലിന്റെ കയ്യിൽ നിന്ന് കുത്തിയിട്ടതാണ് അപ്പൊ അവന് ഓർമ്മ വരുന്നത്. അതിന്റെ കൂടെ അവൻ ഫൈറ്റ് ചെയ്യുന്നു. പക്ഷേ അതിലൊന്ന് അവനെ അടിച്ച് താഴെ ഇടുന്നു. എന്നാൽ അതിലൊന്നും തോറ്റു കൊടുക്കാതെ ജിൻഹു അതിനെ ഒന്നിനെ അങ്ങ് കൊന്നു കളയുന്നു. സോ തന്നെ കൊണ്ട് പറ്റുമെന്നുള്ള വിശ്വാസത്തോടെ ബാക്കിയുള്ള 2 അങ്ങ് തീർത്ത് കളയുവാണ്. എന്റെ ഉള്ളിൽ കഴിവുണ്ടല്ലേ അപ്പോ എന്ന് പറഞ്ഞ് സമാധാനിച്ച് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവന്റെ മുമ്പിലോട്ട് ഒരു വൂൾഫ് വരുന്നത്. അവന്റെ കത്തി അങ്ങ് പൊട്ടിപ്പോകുന്നു. ആ ഗോബ്ലിനേക്കാൾ എത്രയോ പവർഫുൾ ആണിതെന്ന് അവന് മനസ്സിലാവുന്നു. അവൻ അതിനെ തന്നെ നോക്കി നിൽക്കുന്ന സമയത്താണ് അവന്റെ കാലുകൾ വിറക്കുന്നത്. എന്തു പറ്റി? ഞാൻ പേടിച്ചു പോയോ? പെട്ടെന്ന് ആ വൂൾഫ് ഓടി വന്ന് അവന്റെ മുഖത്തങ്ങ് മാന്തുവാണ്. അവന്റെ കൂടെ ഹീലർ ഇല്ലാത്തത് കൊണ്ട് അത് ഹീൽ ചെയ്യാൻ പറ്റില്ല. വീണ്ടും ആ വൂൾഫ് ദേഷ്യത്തോടെ അവനെ നോക്കുന്നു. ഓടി വന്ന് അവന്റെ മേലോട്ട് അങ്ങ് ചാടുവാണ്. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡ്സ് ഒക്കെ ചുമ്മാ സീനായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാത്തവരേക്കും ബൈ.